എന്ന് പറയുന്നത് 30 വയസ്സുള്ള ഭാര്യ ആതിരയും 2ാം ക്ലാസ്സുകാരനായ ഒരു മകനുമാണ്. ആതിരയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഭർത്താവിൻ്റെയും മകൻ്റെയും കാര്യമൊക്കെ നോക്കി വീട്ടിൽ തന്നെയാണ്. പുലർച്ചെ ഒരു 3 മണിയോടെ രാജീവ് അമ്പലത്തിൽ പോയാൽ പിന്നെ രാവിലെ ഒരു 10:30യോടെയാണ് അമ്പലവും അടച്ച് അയാൾ വീട്ടിലെത്തുന്നത്. പിന്നെ വൈകുന്നേരം ഒരു 4:30 മണിയാകുമ്പോൾ വീണ്ടും രാജീവ് അമ്പലത്തിലേക്ക് പോകും. രാത്രി ഒരു 9:30 മണിയാകുമ്പോൾ തിരിച്ചെത്തും. ഇതാണ് രാജീവിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ. രാജീവ് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഒരു 8:30 മണിയോടെ എത്തുന്ന സ്കൂൾ ബസ്സിൽ മകനെ കയറ്റിവിടാൻ പോകുന്നത് ആതിരയാണ്. മാത്രവുമല്ല, രാജീവ് എഴുന്നേൽക്കുന്ന ആ ഒരു 3 മണി സമയത്തിന് അയാൾക്കൊപ്പം ആതിരയും എഴുന്നേൽക്കും. രാജീവും ആതിരയും കഠിനംകുളത്തുകാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു. പൂജാരിയായ രാജീവിനോടുള്ള അതേ ബഹുമാനവും സ്നേഹവുമാണ് അന്നാട്ടുകാർ ആതിരയ്ക്ക് നൽകിയിരുന്നത്. പതിവ് പോലെ 2025 ജനുവരി 21 പുലർച്ചെ ഒരു 3 മണിക്ക് ആതിരയും രാജീവും ഉറക്കമെഴുന്നേൽക്കുകയാണ്. രാജീവ് അമ്പലത്തിലേക്കും പോയി. ആതിര മകനെ സ്കൂളിൽ അയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒതുക്കിയ ശേഷം രാവിലെ 8:30യോടെ ആ 8 വയസ്സുകാരനെയും കൊണ്ട് ഗേറ്റിന് മുന്നിലെ റോഡിലേക്ക് എത്തുന്നു. അവിടെ സ്കൂൾ ബസ് കാത്തുനിന്ന് കുറച്ച് ആൾക്കാരോടൊക്കെ കുശലമൊക്കെ പറഞ്ഞ ശേഷം ബസ് വന്നതും കുട്ടിയെ അതിൽ കയറ്റി വിട്ട് ആതിര തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ശേഷം 10:30 മണി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയ രാജീവ് നോക്കുമ്പോൾ ആതിരയുടെ സ്കൂട്ടർ വീട്ടിൻ്റെ മുറ്റത്ത് കാണാനില്ല. സ്കൂട്ടർ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോയി കാണും എന്ന് മനസ്സ് ചിന്തിച്ച് വീട്ടിനേക്കുള്ളിൽ കയറാൻ നോക്കുമ്പോൾ വീടിൻ്റെ മുൻവശ വാതിൽ പാതി തുറന്ന നിലയിൽ കിടക്കുകയാണ്. വീടും തുറന്നിട്ട് ഇതെങ്ങോട്ട് ആതിര പോയി എന്ന് സംശയിച്ച് ആതിരയുടെ പേര് വിളിച്ച് രാജീവ് ഹാളിലെത്തി. ഹാളിൽ എങ്ങും ആതിരയെ കാണാനില്ല. അപ്പോഴാണ് ബെഡ്റൂം വാതിൽ തുറന്നു കിടക്കുന്നത് രാജീവ് ശ്രദ്ധിച്ചത്. ബെഡ്റൂമിലേക്ക് കയറി ചെന്ന രാജീവ് കാണുന്നത് കട്ടിലിൽ വസ്ത്രമൊന്നുമില്ലാതെ കഴുത്തറത്ത നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയാണ്. അയാൾ അലറി വിളിച്ച് വീടിൻ്റെ മുറ്റത്തേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. എന്താണ് ആതിരയ്ക്ക് സംഭവിച്ചത്? 1-2 മണിക്കൂറിനകം എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? ഒരു പ്രദേശത്തെ മുഴുവൻ ഞെട്ടിച്ച ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. രാജീവിൻ്റെ അലറി വിളി കേട്ട് റോഡ് സൈഡിലെ വീടായതുകൊണ്ട് തന്നെ അടുത്തുള്ള ആൾക്കാരെല്ലാം പെട്ടെന്ന് ഓടിക്കൂടി. അകത്തേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ച് അയാൾ അലറി വിളിച്ച് കരയുന്നത് കണ്ട് ആൾക്കാരെല്ലാം വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ ആരെയും നടുക്കുന്ന ആ രംഗമാണ് നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ ആൾക്കാർ ചിലർ കഠിനംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ ക്രൈം സീനിൽ എത്തുകയും ചെയ്തു. പോലീസ് ഉടൻ തന്നെ ക്രൈം സീനിൽ തടിച്ചുകൂടി ആൾക്കാരെ എല്ലാം അവിടെ നിന്ന് മാറ്റി നിർത്തി. ഉടൻ തന്നെ ആതിരയുടെ ബോഡി പോലീസ് ഓട്ടോപ്സിക്ക് അയക്കുകയാണ്. ഈ ഒരു കേസ് 4 ടീമായിട്ടാണ് പോലീസ് അന്വേഷിച്ചത്. തിരുവനന്തപുരം റൂറൽ SP, ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം, ഡാൻസാഫ്, കഠിനംകുളം ചിറയൻകീഴ് പോലീസ് എന്നിവരാണ് ഈ ഒരു കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തത്. ആതിരയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്തിൽ ആഴത്തിലുള്ള ഒരു കുത്തേറ്റിരുന്നു. മാത്രമല്ല, കഴുത്തിലെ ഒരു ഞരമ്പ് മുറിഞ്ഞ് രക്തം കണ്ടമാനം വാർന്നാണ് മരണവും സംഭവിച്ചതെന്നാണ്. ആതിര ഉപയോഗിക്കാറുള്ള സ്കൂട്ടറും മുറ്റത്ത് കാണാനില്ല എന്ന് രാജീവ് പോലീസിനോട് പറഞ്ഞു. എന്നാൽ ആതിരയുടെ ശരീരത്തിൽ നിന്നും യാതൊരു സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതോടെ ഇതൊരു കവർച്ചാ ശ്രമമല്ല എന്ന് പോലീസിന് ബോധ്യമായി. ഏകദേശം 3.5 പവനോളം തൂക്കം വരുന്ന താലിമാല സഹിതം ആതിരയുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു. രാജീവിനോട് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ഇന്നലെയോ മറ്റോ ആതിര പറയുകയോ പെരുമാറുകയോ ആരെങ്കിലും ഇവിടെ വരികയോ മറ്റോ ചെയ്തിരുന്നുവോ എന്ന ചോദ്യത്തിന് എന്നത്തെയും പോലെ സാധാരണമായിരുന്നു കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് യാതൊന്നും തനിക്കറിയില്ല എന്നായിരുന്നു രാജീവിൻ്റെ മറുപടി. എന്നാൽ പോലീസ് സംശയത്തിൻ്റെ നിഴലിൽ തന്നെ രാജീവിനെ നിർത്തി. അയൽക്കാരോടും നാട്ടുകാരോടും ഈ കുടുംബത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പോറ്റിയും കുടുംബവും വളരെ നല്ല ആൾക്കാരാണെന്നും മരിച്ച ആതിര വളരെ നല്ല അടക്കവും ഒതുക്കവുമുള്ള ഒരു പെണ്ണായിരുന്നുവെന്നുമാണ് പൊതു അഭിപ്രായം. പോലീസിന് ഈ കേസ് അന്വേഷണത്തിൽ പോലീസ് മുറുകെ പിടിച്ച ഒരേ ഒരു തുമ്പ് ആതിരയുടെ കാണാതെ പോയ സ്കൂട്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്കൂട്ടർ നമ്പർ പോലീസ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ലോഡ്ജുകളിലും പാസ് ചെയ്തിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ദിവസമായി ആതിരയുടെ ഒരു സ്കൂട്ടർ ഇരിക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് കിട്ടുന്നത്. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്താണ് സ്കൂട്ടർ പാർക്ക് ചെയ്തിരുന്നത്. കുറ്റകൃത്യം ചെയ്ത ശേഷം പ്രതി ഇവിടെ എത്തിയിരിക്കാമെന്നും പിന്നീട് ട്രെയിനിൽ രക്ഷപ്പെട്ടിരിക്കാമെന്നും പോലീസ് ചിന്തിച്ചു. രാജീവ് വല്ല വാടക കൊലയാളിയെയും വച്ച് ഭാര്യയെ വകവരുത്തിയതാണോ എന്ന് വരെ പോലീസിന് സംശയമായി തുടങ്ങി. പക്ഷെ അവിടെയും വേറൊരു സംശയം മുന്നിൽ വന്നത് മരിച്ചു കിടക്കുന്ന ആതിരയുടെ ശരീരത്തിൽ ഒരു വസ്ത്രവുമില്ലായിരുന്നു. മാത്രവുമല്ല, ഓട്ടോപ്സിയിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതാണെന്നും കണ്ടെത്തി. എന്നാൽ അതൊരു റേപ്പ് അറ്റൻറ്റുമല്ല എന്നും ഓട്ടോപ്സിയിൽ എടുത്തു പറഞ്ഞിരുന്നു. ഇതോടെ പോലീസിന് പല വിധത്തിലുള്ള സംശയങ്ങൾ മുന്നിൽ വരികയാണ്. ഒരു ഘട്ടത്തിൽ രാജീവിന് തന്നെ പോലീസ് സംശയിക്കുന്നുവെന്നും താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ഉറപ്പായതോടെ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചില സത്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതനാവുകയാണ്. അതെന്തെന്നാൽ 24 വർഷമായി ഭരണിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഈ രാജീവ്. 8 വർഷമായി വിവാഹിതരായ രാജീവും ആതിരയും മകനും ഭരണിക്കാവ് ക്ഷേത്രത്തിനടുത്താണ് താമസിക്കുന്നത്. ഭർത്താവ് വെളുപ്പിന് പൂജയ്ക്ക് പോയാൽ ഉച്ചയ്ക്കെത്തും. അല്പനേരം റെസ്റ്റ് എടുത്ത ശേഷം വൈകുന്നേരം അദ്ദേഹം വീണ്ടും അമ്പലത്തിൽ പോകും. പിന്നെ അയാൾ വരുന്നത് രാത്രി വൈകിയാണ്. 2ാം ക്ലാസ്സുകാരനായ മകനാണെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോയാൽ ആ കുട്ടി വരുന്നതും വൈകുന്നേരമാണ്. തുടക്കത്തിൽ നല്ലൊരു കുടുംബിനിയായി കഴിഞ്ഞിരുന്ന ആതിര ആ ഇടയ്ക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണാൻ തുടങ്ങുന്നത്. ഏകദേശം 12,000 ഫോളോവേഴ്സുള്ള ജോൺസൺ ഔസേപ്പിൻ്റെ റീൽസ് ആതിര ആ സമയത്ത് കാണുകയും അതവളെ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്തു. ജോൺസണിൻ്റെ റീൽസിനൊക്കെ ആതിര ലൈക്ക് അടിക്കാൻ തുടങ്ങി. ഇതിന് ശേഷം ജോൺസണുമായി ആതിര നല്ലൊരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്തിരുന്നു. എന്നാൽ അയാൾ ആതിരയെ നിരന്തരം ശല്യപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ആതിര കൊല ചെയ്യപ്പെടുന്നതിന് മുന്നേ തന്നോട് പറഞ്ഞതായും രാജീവ് പോലീസിനോട് പറയുകയാണ്. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ താൻ പറഞ്ഞെങ്കിലും ഇതെല്ലാവരും അറിഞ്ഞാൽ തനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് മറ്റാരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാൽ താൻ ജീവൻ ഒടുക്കുമെന്നും അതിന് കാരണം തൻ്റെ ഭർത്താവാണെന്ന് എഴുതി വച്ച് തന്നെ അകത്താക്കുമെന്ന് ആതിരെ ഭീഷണിപ്പെടുത്തിയതായും രാജീവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസിന് മുന്നേ പറഞ്ഞു. അന്വേഷണ സംഘം രാജീവിൻ്റെ ഈ ഒരു മൊഴി ലഭിച്ചതോടെ ജോൺസൺ ഔസേപ്പിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ഇറങ്ങി. ജോൺസന്റെ ചിത്രങ്ങളും ഒക്കെ പോലീസിന് കിട്ടി. പക്ഷെ അയാളെ കണ്ടെത്താൻ പോലീസിനായില്ല. ഇയാൾ കൊല്ലം ദളവാപുരം സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുൻപേ അയാൾ കൊച്ചിയിലേക്ക് ചേക്കേറിയിരുന്നു. കൊച്ചിയിലെത്തിയ ജോൺസൺ അവിടെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ 3 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. 5 വർഷങ്ങൾക്ക് മുൻപ് ആ ബന്ധം അയാൾ വേർപെടുത്തി. കൊച്ചിയിൽ ജോൺസണ് സൈക്കോ ജോൺസൺ എന്നൊരു വട്ടപ്പേരും ഉണ്ടായിരുന്നു. കാരണം അയാൾ എന്താണ് പറയുക, എന്താണ് പ്രവർത്തിക്കുക എന്ന് അയാൾക്ക് പോലും പിടിയില്ലാത്തൊരു പ്രകൃതക്കാരനാണ്. ആ സ്വഭാവം കൊണ്ടുതന്നെ അയാളുടെ ഭാര്യയും കുട്ടികളും ഏറെ ദുരിതവും അനുഭവിച്ചിരുന്നു. പോലീസിന് ജോൺസനെ എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനാവാത്തത് ഈ ഒരു കേസ് ഭയങ്കരമായിട്ട് നീളാനിടയായി. ഇതിനകം ജോൺസൺ കോട്ടയത്തൊരു വൃദ്ധനെ ശുശ്രൂഷിക്കാനായിട്ട് ജോലിക്കും കയറി. ആ ജോലിക്ക് അവനെ അവിടെ കൊണ്ടാക്കിയ ആൾ പത്രത്തിലും ടി വിയിലുമൊക്കെ ഇവനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ അറിഞ്ഞതോടെ അയാൾ പോലീസിലേക്ക് വിളിക്കുകയാണ്. താൻ കൊണ്ടാക്കിയ ആളാണ് ആ കൊലപാതകിയെന്നും അയാളിപ്പോൾ ഇവിടെ ഉണ്ടെന്നുമുള്ള ആ ഒരു വിവരം പോലീസിന് കിട്ടിയതോടെ പോലീസ് സംഘം ജോൺസൺ താമസിച്ച ആ വീട് വളഞ്ഞു. എന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് മുന്നക്കൂട്ടി മനസ്സിലാക്കിയ ജോൺസൺ അയാൾ കീടനാശിനി കുടിച്ചിട്ട് സ്വയം ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു. ആ സമയം പോലീസിൻ്റെ വലയിലായ ജോൺസനെ ഉടനെ തന്നെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് മാറ്റി. ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ പുലർച്ചെ ഒരു 2:30 പ്രതിയെ കഠിനംകുളം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. റീൽസ് കണ്ട് ജോൺസണിനോട് ആരാധന തോന്നിയ ആതിര മെല്ലെ മെല്ലെ ഫോൺ നമ്പർ അയാൾക്ക് സെൻഡ് ചെയ്തു കൊടുക്കുകയും ചാറ്റിംഗ് നടത്തുകയും മണിക്കൂറുകളോളം സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ഒരു അടുപ്പം കൂടി വന്നു. ജോൺസൺ ആതിരയെ കാണാൻ കഠിനംകുളത്തേക്ക് വരാൻ തുടങ്ങി. പിന്നീട് ഇവർ തമ്മിൽ കൂടിക്കാഴ്ചകൾ പലതായി. ആതിര അവളുടെ ഫോട്ടോകളും ജോൺസൺ അയച്ചു കൊടുത്തു.
ആതിരയെ കാണാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം പെരുമാതുറ എന്ന ഒരു സ്ഥലത്ത് ജോൺസൺ മുറിയെടുത്ത് താമസിക്കുമായിരുന്നു. ഇവർ തമ്മിൽ പെരുമാതുറയിലെ വാടക വീട്ടിലും പിന്നീട് ആതിരയുടെ സ്വന്തം വീട്ടിലുമൊക്കെ ശാരീരിക ബന്ധത്തിൽ പല തവണ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ധാരാളം സാമ്പത്തിക ഇടപാടുകളും ആതിരയുമായി അയാൾ നടത്തിയിരുന്നു. അതിനെല്ലാം വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ അറിയാതെ നിഷ്കളങ്കനായ രാജീവ് വീട് അമ്പലം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. രാജീവിന് ചോറ് പോലും വിളമ്പി കൊടുക്കാതെ ആതിര ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. എപ്പോൾ നോക്കിയാലും ആതിര തലകുനിച്ച് ഇങ്ങനെ ഫോണിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് രാജീവ് പല പ്രാവശ്യം അവളെ വാൺ ചെയ്യുകയും അതും പറഞ്ഞ് ഇവർക്കിടയിൽ വഴക്കുകൾ നടക്കുകയും ചെയ്തിരുന്നു. ആതിരയുമായുള്ള ഈ ഒരു രഹസ്യ ബന്ധം ജോൺസൺ ഏകദേശം 1 കൊല്ലം വരെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ഒരു സ്വാർത്ഥത ഉള്ളിൽ തോന്നാൻ തുടങ്ങി. അവൻ അവളോട് ഒരു ദിവസം പറയുകയാണ്, നീ ഇങ്ങനെ ഇത് രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നീ രാജീവിനെയും മകനെയും വിട്ട് എനിക്കൊപ്പം വരണം. ഇത് കേട്ട ആതിര പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. കാരണം രാജീവിനെ പോലെ നിഷ്കളങ്കനായ ഒരു ഭർത്താവിനെ ആതിരയ്ക്ക് ഒരിടത്തും കിട്ടത്തില്ല. അയാളെ കൊണ്ട് അവൾക്ക് യാതൊരു ശല്യവുമില്ല. മാത്രവുമല്ല, ആതിരയ്ക്ക് കൈനിറച്ച് പൈസയാണ് രാജീവ് കയ്യിൽ വയ്ക്കാനും ചെലവിനുമൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗ്യം തട്ടിക്കളയാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പല പ്രാവശ്യം ജോൺസൺ ഈ ആവശ്യം വച്ച് നീട്ടിയെങ്കിലും ആതിര അതേ സ്പീഡിൽ അത് നടക്കില്ല എന്ന് തുറന്നടിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്നായി ആതിരയുടെ ചോദ്യം. ജോൺസന്റെ മട്ടും മാതിരിയും ഒക്കെ മാറി തുടങ്ങിയപ്പോൾ താൻ ഒരു സൈക്കോയാണല്ലോ എടുത്ത് തലയിൽ വച്ചത് എന്നുള്ളൊരു ബോധം ഒരു സമയത്ത് ആതിരയ്ക്ക് വന്നു. അവളുടെ ചില ഫോട്ടോസ് വച്ച് തന്നെ അവൻ അവളെ ഭീഷണിപ്പെടുത്തി അവളിൽ നിന്നും പണം വാങ്ങാനും തുടങ്ങി. ഒരു ഘട്ടത്തിൽ താൻ ആപത്തിലാണ് എന്ന് മനസ്സിലായ ആതിര ഭർത്താവിനോട് താൻ ചെയ്ത തെറ്റുകൾ മറച്ചു വെച്ച് തന്നെ ഒരാളെ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ശേഷം അയാൾ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുകയും എന്നെ അയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ഭർത്താവിനോട് കള്ളം പറഞ്ഞു. പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ച ഭർത്താവിനെ അവൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ കുറ്റവും ഭർത്താവിൻ്റെ തലയിൽ വയ്ക്കുമെന്നായി അവൾ. പാവപ്പെട്ട രാജീവ് ഭാര്യയെ വിശ്വസിക്കുകയും ഭാര്യയുടെ ഭീഷണിയിൽ ഭയന്ന് ആരോടും ഒന്നും പറയുകയും ചെയ്തില്ല. പകരം അയാൾ അവളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ജോൺസൺ ആതിരയെ ഒപ്പം കൊണ്ടുപോകാൻ തീരുമാനിച്ച് അയാൾ പെരുമാതുറയിൽ നിന്നും കഠിനംകുളത്തേക്ക് വരികയാണ്. രാവിലെ ഒരു 6 മണിയോടെ അവിടെ എത്തിയ ജോൺസൺ ആതിരയുടെ വീടിന് മുന്നിലെ റോഡിൽ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. 8:30 മണിക്ക് ആതിര കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ റോഡിൽ വന്നതും എല്ലാം അയാൾ ഒളിഞ്ഞു നിന്ന് കണ്ടു. തിരിച്ച് ആതിര വീട്ടിലേക്ക് പോയതിൻ്റെ പിന്നാലെ ജോൺസണും ആ വീട്ടിലേക്ക് കയറി. ജോൺസൺ ആതിരയോട് വീട്ടിൽ കയറിയ ഉടനെ ഒരു ചായ എടുക്കാൻ ആവശ്യപ്പെട്ടു. അവൾ ചായ ഇടാൻ പോയ സമയത്ത് ജോൺസൺ കയ്യിൽ കരുതിയിരുന്ന കത്തി നേരെ ഒരു ബെഡ്റൂമിലേക്ക് കയറി തലയണക്കിടയിൽ ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. ചായയൊക്കെ കുടിച്ച ശേഷം കുറച്ചു നേരം ഇവർ 2 പേരും സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇടയിൽ തന്നെ ജോൺസൺ ചോദിക്കുകയാണ്, നീ ഇനിയെങ്കിലും എനിക്കൊപ്പം വരുമോ? എന്നാൽ അപ്പോഴും ആതിര അതിന് സമ്മതമല്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിന്നു. ഭർത്താവിനെയും മകനെയും വിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് അവൾ തീർത്ത് പറഞ്ഞതും അയാൾ പിന്നെ ഒന്നും നോക്കിയില്ല. തലയണക്കിടയിൽ നിന്നും ആ കത്തി വലിച്ചെടുത്ത് ആതിരയുടെ കഴുത്തിലേക്ക് കുത്തി ഇറക്കി. അവൾ പിടഞ്ഞ് മരണത്തോട് മല്ലിടുന്നത് കണ്ടതും ജോൺസൺ